കുഞ്ഞു പിള്ളേരും കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്, നല്ല രസമാണ് കാണാൻ. നിങ്ങൾ കാണുമ്പോൾ ഒന്നും കൊടുത്തേക്കോ. നമ്മുടെ അടുത്ത് എപ്പോഴും വരുന്നതാണ്. നമുക്ക് സപ്പോർട്ടുള്ളവരെ നമ്മളെപ്പോഴും തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. ജയൻ ചേട്ടൻ പറയുന്നുണ്ട് പ്ലിങ്ങോ ബിന്ദു അമ്മയെ കൊള്ളാലോ ഹേ എന്ന് പറയുന്നുണ്ട്. ഫാമിലി 27 പറയുന്നുണ്ട്. സന്ധ്യ താഴത്തേക്ക് വായിക്കുമ്പോൾ കാണാം എന്ന് പറയുന്നുണ്ട്. സന്ധ്യ സൗമ്യമോളെ ഹായ് പറയുന്നുണ്ട്. പ്ലിങ്ങോ അക്ഷയ് അതേ മോനെ പറയുന്നുണ്ട്. ഇഷാനിസ് റെയിൻബോ പറയുന്നുണ്ട്. വാവാസെ പാട്ട് പറഞ്ഞോളൂ കേട്ടോ. ഇഷാനി സുഖമല്ലേ ഹേ പറയുന്നുണ്ട്. വാവാസ് മിക്കാറും ചോറുണ്ട് കഴിഞ്ഞ് കാണും. നീലി കിച്ചൺ ബിസിയാണ് ഹേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സൗമ്യ ചിരിക്കുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട്. പിന്നെ സന്ധ്യ സൗമ്യ വിളിക്കുന്നുണ്ട്. ഓക്കെ പ്ലിങ്ങോ ബ്രോ ഫുഡ് കഴിച്ചോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് അക്ഷയ്. നീലി സൗമ്യ പറയുന്നുണ്ട് പ്ലിങ്ങോ ഇല്ല നോമ്പാണ് അക്ഷയ് പറയുന്നുണ്ട്. അതാണ് മോനെ നോയമ്പായിക്കൊണ്ടിരുന്നു ഇങ്ങനെയൊന്നും പറയില്ലേ. വേണ്ട ജയൻ ചേട്ടാ ജാടയല്ലേ, എനിക്ക് മനസ്സിലായി, കണ്ടത് ഭാഗ്യം എന്ന് പറയുന്നുണ്ട് സൗമ്യ. പ്ലിങ്ങോ വാവത്തിച്ചിരിക്കുന്നുണ്ട്. ഈശ്വര എൻ്റെ മീൻ എന്ന് പറയുന്നുണ്ട്. അത് കരിമീനായിട്ടുണ്ട്. മോന് ചോറ് കൊടുക്കുന്നു ഹേ പറയുന്നുണ്ട്. നീലി ഹായ് സന്ധി ചേച്ചി പറയുന്നുണ്ട്. സൗമ്യ ഇഷാനിസ് സുഖം പ്ലിങ്ങോ അവിടെയോ ചോദിക്കുന്നുണ്ട്. ജയരാജ് മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഹായ് ധന്യ ചേച്ചി പറയുന്നുണ്ട്. അക്ഷയ് സൗമ്യ ചേച്ചി പറയുന്നുണ്ട്. പ്ലിങ്ങോ സുഖം ഇഷാനിസ് ഷോർട്ട് പൊളി ഹേ പറയുന്നുണ്ട്. അക്ഷയ് സുഖമാണ് സൗമ്യ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇട്ട സ്നേഹം തിരിച്ചെടുക്കണോ ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കടെയാ നോമ്പ് ആ ചെറ്റ തെറ്റിച്ചു അല്ലേ പ്ലിങ്ങോ എന്ന് ചോദിക്കുന്നുണ്ട് സന്ധ്യ. അത് ഞാൻ വായിച്ചു. ഹായ് അക്ഷയ് മോനെ പറയുന്നുണ്ട്. ജെറിൻ സൗമ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട്. അക്ഷയ് അക്കുകൂട്ടം പിന്നെ ഫുഡ് കഴിച്ചോ സൗമ്യ ചേച്ചി ചോദിക്കുന്നുണ്ട്. ഹായ് ജെറിൻ പറയുന്നുണ്ട്. സൗമ്യ ഇത് നോമ്പിൻ്റെ ഭാഗമാണ് സന്ധ്യ ചേച്ചി എന്ന് പറയുന്നുണ്ട്. എല്ലാ മോനെ എൻ്റെ പേര് അക്കു ആണ് കേട്ടോ. ഇല്ല മോനെ എൻ്റെ മോൻ്റെ പേര് അക്ഷയ് ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് ശരി. പിന്നെ അല്ല അമ്മയെ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് മതി പ്ലിങ്ങോ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജയരാജ് പ്ലിങ്ങോ ഹായ് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ മനസ്സിനിങ്ങനെ സങ്കടം വരുന്നു. പിന്നെ സൗമ്യ നാട്ടിലെത്തിയോ ചോദിക്കുന്നുണ്ട്. എവിടെയായിരുന്നു മൂത്ത പുത്ര? ഇന്ന് ഞാൻ ഈ ചെറുക്കനോട് ചോദിച്ചോളൂ ഈ ചെറുക്കൻ എവിടെ പോയി എന്ന്. ആറ്റൂരാൻ വിനോദ് വന്നിട്ടുണ്ട് അമ്മയെ എന്ന് വിളിച്ച്. എവിടെയായിരുന്നു, എന്താണ് 2 ദിവസമായിട്ട് വന്നല്ലോ മൂത്ത പുത്രൻ പറയുന്നുണ്ട്. നീ എവിടെ പോയായിരുന്നു ഈ കൊച്ച്? എത്ര വയസ്സ് വന്നാലും നിൽക്കില്ല. പാട്ട് സൂപ്പറായിട്ടുണ്ടോ നിൽക്കുന്നു. മറ്റേ ഐഡിയ കൊണ്ട് ഒന്നും വരും ഒരു സമാധാനത്തിന്. ജയരാജ് വിനോദേട്ടാ പറയുന്നുണ്ട്. ഇല്ല കോട്ടയമാണ്, ഞങ്ങൾ ഇന്ന് പോകും പറയുന്നുണ്ട്. റെയിൻബോ ഇപ്പോൾ ആണോ എന്നെ ഓർമ്മ വന്നത് ചോദിക്കുന്നുണ്ട്. നീലി ആറ്റൂരാനെ വിളിക്കുന്നുണ്ട്. വിനോദ് ജയേട്ടാ പറയുന്നുണ്ട്. ജയരാജ് എവിടെ പോയതായിരുന്നു, എന്തായിരുന്നു തിരക്കായിരുന്നു? പ്ലിങ്ങോ എല്ലാവരെയും വിളിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും റെയിൻബോ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. പരാതിപ്പെട്ടിയുടെ പൂട്ടഴിച്ചിരിക്കുന്നു. ഹായ് വിനോദ് ചേട്ടാ പറയുന്നുണ്ട്. വിനോദ് നീലി പറയുന്നുണ്ട്. സന്ധ്യ വിനോദ് എവിടെ ആയിരുന്നു ചോദിക്കുന്നുണ്ട്. ആറ്റൂരാൻ സൗമ്യ പറയുന്നുണ്ട്. അക്കു സൗമ്യ ചേച്ചിയുടെ മോൻ്റെ നെയിം അക്ഷയ് എന്നാണോ എന്ന് ചോദിക്കണ്ട. അതെ എല്ലാം പാടി താഴേക്ക് വായോ ബിന്ദുവമ്മേ വായിച്ച തീരുന്നു എന്ന് ഹേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ ഏഞ്ചൽ അമ്മ സുഖമാണോ? ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം പറയുന്നു. മോനെ എവിടെ വെച്ചാൽ ഞാൻ അങ്ങൊന്നും വരുന്നേ ഉള്ളടാ. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? നമുക്ക് രാത്രി കാണാം കേട്ടോ. ഇന്ന് പള്ളി പോകണ്ടേ കൊച്ചിന്? പ്ലിങ്ങോ ഓടിക്കോ പറയുന്നുണ്ട്. പ്ലിങ്ങോ ഹായ് പറയുന്നുണ്ട്. ഏഞ്ചൽ ലൈവിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം പറയുന്നുണ്ട്. അതെ നമ്മുടെ പാട്ടുകാരൻ കുട്ടി വന്നിട്ടുണ്ട്, എല്ലാവരോടും സ്നേഹം പറയുന്നുണ്ട്. ഷാൻ ബ്രോ പറയുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട്. സന്ധ്യ ഏഞ്ചൽ ഞാൻ ഇന്നലെ ലൈവിൽ വന്നായിരുന്നു, മോൻ കണ്ടായിരുന്നോ? ജയൻരാജ് ബ്രോ പറയുന്നുണ്ട്. അമ്മയെ ഒരുപാട് മെസ്സേജ് ഉണ്ട് ബാക്കി എന്ന് പറയുന്നു. അയ്യോ നീലി ഷാൻ പറയുന്നു. ഏഞ്ചൽ സന്ധ്യ ചേച്ചി പറയുന്നു. അതുകൊണ്ട് അല്ല പ്ലിങ്ങോ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ജയൻ ബിന്ദുമ്മ ആണ്, അത് കഴിഞ്ഞ് ജയൻ ചേട്ടൻ അങ്ങനെ അങ്ങ് പോകും. മനഃപൂർവ്വം അല്ല പറയുന്നുണ്ട്. സന്ധ്യ ചേച്ചി പണിയുണ്ടായിരുന്നു പറയുന്നുണ്ട്. ജയരാജൻ ഷാൻ ബ്രോ പറയുന്നുണ്ട്. നീലി നീലി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് പരാതി ഉണ്ട് പ്ലിങ്ങോ അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അക്കു ബിന്ദുമ്മ ബൈ, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുക, ടാറ്റ മോനെ ടാറ്റ. പ്ലിങ്ങോ ഞാൻ അങ്ങനെ കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അക്ഷയ് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. ജെറിൻ വിനോദിയേട്ടൻ ഹായ് പറയുന്നുണ്ട്. സന്ധ്യ ബൈ അക്കു പറയുന്നുണ്ട്. സൗമ്യമോളെ ജയൻ ബിന്ദുവമ്മ ആരാഹേ മെസ്സേജ് നോക്കുക എന്ന് പറയുന്നുണ്ട്. ജെറിൻ എന്താ ഈ വഴക്കും പിണക്കോ നിർത്തൂ. ജെറിൻ സന്ധ്യ ചേച്ചി പറയുന്നുണ്ട്. പ്ലിങ്ങോ സാരമില്ല മഴവില്ലേ പറയുന്നുണ്ട്. അക്കു ബൈ സന്ധ്യാമ്മയെ പറയുന്നുണ്ട്. അക്കുമോനെ പോയി കഴിച്ചിട്ട് വരൂ. ഏഞ്ചൽ ലൈക്ക് 30 തന്നിട്ടുണ്ട്. ഓക്കെ താങ്ക് യു മോനെ. അതെ അക്കു എൻ്റെ മൂത്ത മോൻ്റെ പേരാണ് പറയുന്നുണ്ട്. ജെറിൻ സന്ധ്യ ചേച്ചി പറയുന്നുണ്ട്. ഷാൻ ചേട്ടാ പറയുന്നുണ്ട്. സൗമ്യ ബിന്ദു അമ്മയും പാട്ടും ഒക്കെ നിന്നു പോയി എന്ന് തോന്നുഹേ എന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങൾ പാട്ട് പറഞ്ഞില്ലല്ലോ, ആ മോളിൽ കുറച്ച് ഭരണിപ്പാട്ട് കണ്ടില്ലേ, അതുകൊണ്ടായിരിക്കും. ജയരാജ ചിരിക്കുന്നുണ്ട്. റെയിൻബോ ലൈക്ക് 31 പറയുന്നുണ്ട്. ഏഞ്ചൽ സൗമ്യ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. പ്ലിങ്ങോ ബിന്ദു അമ്മയെ മനസ്സിൽ എങ്കിലും വായിക്കാൻ ഹേ ബിന്ദു അമ്മയെ നീ ബിന്ദുമ്മേനെ തള്ള എന്ന് വിളിച്ചതിൻ്റെ ഗതി ഇങ്ങനെ ആകും ഹേ എന്ന് പറയുന്നുണ്ട്. അത് വലിയ നോയമ്പൊന്നും തെറ്റിച്ച അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും